എറണാകുളം ചേന്ദമംഗലത്തെ കൂട്ടക്കൊലയിൽ പ്രതി ഋതു ജയന് പരമാവധി ശിക്ഷ നൽകണമെന്ന് ആക്രമണം നേരിട്ട ജിത്തിന്റെ പ്രതികരണം. നേരിട്ടത് ക്രൂരമർദ്ദനമെന്നും ഒരു പ്രകോപനവുമില്ലാതെയാണ് ഋതു ജയൻ വീട്ടിൽ കയറി ആക്രമിച്ചതെന്നും ജിതിൻ പറഞ്ഞു. അമ്മയെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പ്രതി ഋതു ജയൻ തന്നെ വലിച്ചു മാറ്റിയെന്ന് ജിത്തിന്റെ മകൾ ആരാധ്യയും പറയുന്നു. പ്രതികരണങ്ങൾ കേൾക്കാം. അന്ന് ഇവൻക്ക് നേരെ കയറി വലയത് ഇവന് കുറവ് ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ഇവൻ നേരെ കയറി വന്നിട്ട് അകത്തോട്ട് കയറിയത്. അപ്പം ഞാൻ റൂമിലിരിക്കണായിരുന്നു. ഞാൻ റൂമിൽ നിന്ന് ചിന്നുവിനടിക്കൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ചിന്നടിക്കൽ കണ്ട അവളെ ഞാൻ പിന്നെ താങ്ങി പിടിച്ച്. അപ്പം എന്നെയും അടിക്കുക ചെയ്ത്. നേരെ തന്നെ അതിൻ്റെ പാട് എടുക്കണത്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനവിടെ പൊതുശല്യം എല്ലാവർക്കും. കാരണം ഇവന്റെ ശല്യം കൊണ്ട് അവിടെ വേറെ ആൾക്ക് വീടൊക്കെ അങ്ങനെ മാറ്റാൻ വെച്ചിട്ടുണ്ട്. മുന്നേ ഗേറ്റ് അവിടെ പിടിച്ചിട്ടുണ്ട്. ഒരു പ്രകോപനോട് വെറുതെ വന്നിട്ട് ഗേറ്റ് അവിടെ പിടിച്ചു. നല്ലൊരു ജീവിതമായിരുന്നു. അത് നശിപ്പിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നൊലോളിയുടെ ഒച്ചയിട്ട് അപ്പൊ ഞാൻ ഓടിച്ചെന്നപ്പോ അമ്മയും അച്ഛനും ഇങ്ങനെ കിടക്കണ അവസ്ഥ ഞാൻ കാണുന്നത്. അച്ചാച്ചൻ അപ്പോഴേക്ക് റൂമിൽ നിന്ന് വന്നിട്ടുണ്ടായുള്ളൂ. അച്ചാച്ചനെ ചെയ്യണ ഞാൻ കണ്ടിരുന്നു. പിന്നെ അവള് എല്ലാവരും ചെയ്യണ അവള് കണ്ട് കരഞ്ഞിരിക്കുന്നു. ഞാൻ വന്നപ്പോ ഞാൻ എൻ്റെ അമ്മനെ വീണ്ടും തല്ലാൻ വന്നപ്പോ ഇങ്ങനെ അമ്മ തല്ലാണ്ട് ഇങ്ങനെ ഇതായിട്ട് എന്നെ പിടിച്ച് മാറ്റി ചെയ്ത് ഒരിതായിരുന്നു. മൊഴിയെല്ലാം എടുത്തപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാക്കാം, നല്ല വെളിവും ബോധവും ഉള്ള ഇതിലാണ് ചെയ്തേക്കണത്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വിടില്ലല്ലോ. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ കൃത്യമൊക്കെ നടന്നതിന് ശേഷം ഇവരതൊക്കെ ഓർത്തെടുക്കുകയാണ്. ആ ഞെട്ടലിൽ നിന്ന് അവർ മുക്തരായിട്ടുണ്ടോ? ഇവരുടെ ആദ്യ പ്രതികരണമാണെന്ന് തോന്നുന്നു വരുന്നത്. അനുജ, ജനുവരി 16-ാം തീയതിയാണ് നാടിനെ നടുക്കിയ ചേന്ദമംഗലം കൂട്ടക്കൊലപാതകം ഉണ്ടായത്. അന്ന് തന്നെ പ്രതി ഋതു ജയനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്ന് 4 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. അത് വേണു, ഉഷ, അതോടൊപ്പം തന്നെ വിനീഷ. ഇവർക്ക് 3 പേർക്കും ജീവൻ നഷ്ടമായി. ജിതിനും ആ വീട്ടിലുണ്ടായിരുന്നു. ഇതിന്റെ ഭാര്യ വിനീഷയെ ഋതു ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഋതു ജയൻ ഈ കയ്യിൽ കരുതിയിരുന്ന ബൈക്ക് സ്റ്റംപ് ഉപയോഗിച്ച് ഈ ജിതിന്റെ തലക്ക് അടിക്കുന്നത്. അന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച ശേഷം 3.5 മാസത്തിന് ശേഷം ഇന്നലെ മിനിഞ്ഞാന്നാണ് ഈ പറയുന്ന നമ്മുടെ ജിതിൻ ആശുപത്രി വിട്ടത്. പക്ഷേ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ജിതിൻ ഓർത്തു വെച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: വൈകിട്ടോടുകൂടി ഒരു പ്രകോപനവുമില്ലാതെ ഋതു തന്റെ വീട്ടിലേക്ക് കയറി വരികയും ഭാര്യയെ ആദ്യം ആക്രമിക്കുകയും ചെയ്തു. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തന്റെ തലക്കടിച്ചത്. തന്നെ അടിക്കുന്നത് കണ്ടാണ് ഭാര്യ മാതാവും പിതാവും ഓടിയെത്തുന്നത്. അവരെയും ആക്രമിച്ചു. കുട്ടികൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. കുട്ടികൾ വാവിട്ട് കരയുകയായിരുന്നു. അവർ അമ്മയെ ആക്രമിക്കരുതെന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ വലിച്ചു മാറ്റി ഋതു വീണ്ടും വിനീഷയെ മർദ്ദിച്ചു അല്ലെങ്കിൽ തലക്കടിച്ചു എന്നുള്ളതാണ് ഈ ജിതിൻ പറയുന്നത്. ജിതിന്റെ അവസ്ഥ ഒരല്പം മോശമാണ്. അതായത് ഇനി ഭാവി എങ്ങനെയാകും, ജോലിക്കൊക്കെ പോകാൻ പറ്റുമോ എന്നൊരാശങ്ക ജിതിനുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലെ ചെലവൊക്കെ വഹിച്ചത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് മണ്ഡലം കൂടിയ പശ്ചാത്തലത്തിൽ അദ്ദേഹമാണ് ആ ചെലവെല്ലാം നടത്തിയത്. ഇനി മുന്നോട്ട് ഈ കുട്ടികളുടെ പഠനമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അയാൾക്ക് അറിയില്ല. ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം എന്നാണ് ജിതിന്റെ ആവശ്യം. ഫെബ്രുവരി 15-ാം തീയതിയോടുകൂടി തന്നെ കുറ്റപത്രം മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 292 പേജുള്ള കുറ്റപത്രമാണ്. അതിൽ കൃത്യമായ കാര്യങ്ങൾ, തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷേ വിചാരണ നടപടിയിലേക്ക് കടന്നിട്ടില്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അടക്കം നിരത്തിക്കൊണ്ട് വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഈ കുടുംബവും പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ്. പരമാവധി ശിക്ഷ ഉറപ്പാക്കാനാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോക്ക് വലിയ പ്രതിസന്ധിയിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നിരപരാധികളായ 3 പേർ ആ കുടുംബത്തിൽ ഭാഗമായിരുന്ന 3 പേരെയാണ് ഇയാൾ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന്. ഇനി ജിതിന് തുടർന്ന് പണിക്ക് പോകാനാകുമോ എന്ന ആശങ്കയുണ്ട്. ജിതിൻ ദുബായിലായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് പോയി പണിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. കുറച്ചുകൂടി 1 വർഷം കൂടി എടുത്താൽ മാത്രമേ ജിതിൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ആശങ്ക അവർക്കുണ്ട്. ആ കുട്ടികൾ ഇപ്പോഴും അന്നത്തെ ഇൻസിഡന്റിൽ നിന്ന് മുക്തരായിട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികൾ ആ കുട്ടികളുടെയാണ്. നേരിട്ട് കണ്ടു എന്ന് പറയുന്ന മൊഴികൾ ആ കുട്ടികളുടെയാണ്. അവർ ആ മൊഴി കൃത്യമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരും ഇപ്പോഴും അതിന്റെ ട്രോമയിൽ തന്നെയാണ്. അതിൽ നിന്ന് അവർ മുക്തരായിട്ടില്ല എന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ പോലീസ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിദാരുണമായ, അതിക്രൂരമായ, ഒരുപക്ഷെ സമീപകാലത്തൊക്കെ കേട്ടിട്ടില്ലാത്തൊരു കൊലപാതക പരമ്പരയായിരുന്നു ഈ ചേന്ദമംഗലം നടന്നത്. ഋതു ജയൻ എന്ന പ്രതി അയൽവക്കത്തെ തർക്കത്തെ തുടർന്നാണ് ഒരു ദിവസം വൈകിട്ട്
കയ്യിൽ ബൈക്ക് സ്റ്റമ്പുമായി ചെന്ന് കയറി അവരെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ഒരു കൂസലുമില്ലാതെ അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ദാ 3 പേരെ കൊലപ്പെടുത്തി 4 പേരെ കൊലപ്പെടുത്തി എന്ന കാര്യം പറയുകയും ചെയ്തത്. ജിതിനെ ലക്ഷ്യം വെച്ചാണ് ഇയാൾ എത്തിയതെങ്കിലും ജിതിൻ മരിച്ചില്ല എന്നറിഞ്ഞത് പിന്നീട് അയാൾക്ക് വലിയ നിരാശ ഉണ്ടാക്കി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഇനി ഈ കേസിൽ വിചാരണ നടപടിയിലേക്ക് കടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പരിക്കേറ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് അല്ലെങ്കിൽ അതിന്റെ ദൃക്സാക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന ജിതിന്റെ അതോടൊപ്പം മകളുടെയും പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അനുജ, അതെ, നാടിനെ ഞെട്ടിച്ച കൂട്ടക്കൊലയാണ് ചേന്നമംഗലത്ത് നടന്നത്. ഇപ്പോൾ അതിന്റെ ദൃക്സാക്ഷി മാത്രമല്ല ഇര കൂടിയാണ് ജിതിൻ എന്നുള്ളതാണ്. ജിതിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കൂടാതെ ജിതിന്റെ മകളുടെയും പ്രതികരണം. അവരിപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്.